എനിക്കവളുടെ സങ്കടം കണ്ടിട്ട് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. അവൻ വിളിച്ചിട്ടെനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴും സംസാരിക്കാറില്ലേ? പക്ഷെ അതെങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ള ഒരു സംശയം, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാം എന്നത് നമ്മൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട് അല്ലേ? ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇംഗ്ലീഷ് വിത്ത് എസ്. ഇന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള പ്രയോഗങ്ങൾ മലയാളത്തിൽ പ്യുവറായി നാം യൂസ് ചെയ്യുന്ന ഈ ശൈലികൾ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും എന്നതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ യൂസേജ് നോക്കാം. അതാണ് കാൺട്ട് ഹെൽപ്പ്. കാൺട്ട് ഹെൽപ്പ്. എനിക്ക് പോകാതിരിക്കുവാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ എനിക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, എനിക്ക് പോകാതിരിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുമ്പോൾ, ഇതൊരു കാര്യം ഇപ്പോഴാണ്, പ്രസൻ്റ് ആണ്. ഓക്കെ, കഴിയുന്നില്ല അല്ലെങ്കിൽ കഴിയില്ല എന്ന് പറയുമ്പോൾ അവിടെ കാൺട്ട് ഹെൽപ്പ് പ്ലസ് ING വെർബ് ഉപയോഗിക്കുക. ഇപ്പോൾ ഇവിടെ ക്യാനെയും ഹെൽപ്പിനെയും ഒന്നും മാറ്റി മാറ്റി ഉപയോഗിക്കണ്ട. കാൺട്ട് ഹെൽപ്പ് പ്ലസ് ING വെർബ്. എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല, ഐ കാൺട്ട് ഹെൽപ്പ് ഗോയിങ്. കണ്ടോ, സബ്ജക്റ്റ് ഉപയോഗിക്കുക, കാൺട്ട് ഹെൽപ്പ് ഉപയോഗിച്ച് പ്ലസ് ING ഉപയോഗിക്കുക. എന്നാൽ അവർക്ക് പോകാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണെങ്കിലോ, ദേ കാൺട്ട് ഹെൽപ്പ് ഗോയിങ്. സബ്ജക്റ്റ് മാത്രം മാറ്റി ഉപയോഗിച്ച് നോക്കുക. ഈ കാൺട്ട് ഹെൽപ്പ് ഗോയിങ് എന്നുള്ളത് നിനക്ക് പോകാതിരിക്കാൻ കഴിയില്ലേ എന്നാണെങ്കിൽ ഇതിനെ നേരെ അങ്ങ് തിരിക്കുക. കാൺട്ട് യു ഹെൽപ്പ് ഗോയിങ്, കാൺട്ട് യു ഹെൽപ്പ് ഗോയിങ്. അപ്പം ഇത് പെട്ടെന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ രണ്ട് രീതിയിലുള്ളതും പറഞ്ഞു തരുന്നത്. എനിക്കവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല, എനിക്ക് അവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ലവിങ് ഹിം. ഐ കാൺട്ട് ഹെൽപ്പ് ലവിങ് ഹിം. അവനെ എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അത് തന്നെ നിങ്ങൾ നോക്കൂ, നിനക്കവനെ ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുന്നില്ലേ എന്നാണെങ്കിൽ കാൺട്ട് യു ഹെൽപ്പ് ലവിങ് ഹിം, കാൺട്ട് യു ഹെൽപ്പ് ലവിങ് ഹിം. ആ ഉപയോഗം അതെങ്ങനെ വരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിയില്ല. അപ്പം അവിടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് തിങ്കിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഐ കാൺട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, ഐ കാൺട്ട് ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിയുന്നില്ലേ? കാൺട്ട് യു ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്, കാൺട്ട് യു ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. പെട്ടെന്നാണ് നമ്മൾ ഇപ്പം ഇതേ രീതിയിൽ പ്രയോഗങ്ങൾ കഴിഞ്ഞ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്നതിൽ ഇതേ രീതിയിലുള്ള പ്രയോഗങ്ങളാണ്. അപ്പം നിങ്ങൾ ആ ക്ലാസ്സിൽ കാണാത്തവർ ആ ക്ലാസ്സുകളൊന്ന് കാണണേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സുകൾ കാണുമ്പം ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതാണ് എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു റിവാർഡ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സുകൾ ലൈക്ക് ചെയ്ത് പോകാൻ മറക്കാതിരിക്കുക. ഒപ്പം ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന എക്സർസൈസുകൾ നിങ്ങൾ ചെയ്യുക. കാരണം ആ എക്സർസൈസുകൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അത് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും ആ ക്ലാസ് യൂസ്ഫുൾ ആയോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഒപ്പം തന്നെ അതിനകത്ത് എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനെ പറ്റി അറിയേണ്ടവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇപ്പോൾ എനിക്ക് അത് കേട്ടിട്ട് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്താണ്? ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ് ബൈ ഹിയറിങ് ഇറ്റ്. അപ്പം നിങ്ങൾ ബൈ ഹിയറിങ് ഇറ്റ് അങ്ങ് കളഞ്ഞേക്കൂ. എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല, ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്, ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ്. അപ്പോൾ ഒരാൾ ദേഷിച്ച് ചോദിക്കുകയാണ്, നിനക്ക് ചിരിക്കാതിരിക്കാൻ പറ്റുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ കാൺട്ട് യു ഹെൽപ്പ് ലാഫിങ്, കാൺട്ട് യു ഹെൽപ്പ് ലാഫിങ്. അപ്പം ഈ പ്രയോഗങ്ങളെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാലുള്ള ഉപയോഗം എന്ന് പറയുന്നത്, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ആ കാലത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല, ഐ കാൺട്ട് ഹെൽപ്പ് റിമെമ്പറിങ് ദാറ്റ് ഏജ്. ഓക്കെ, അല്ലെങ്കിൽ മൈ ചൈൽഡ്ഹുഡ്, ആ കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഭർത്താവിനെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അവൾക്ക് ഭർത്താവിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ഷീ കാൺട്ട് ഹെൽപ്പ്
എന്താണ്? ടോക്കിംഗ് അബൌട്ട് ഹെർ ഹസ്ബൻഡ്. ഷീ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് അബൌട്ട് ഹെർ ഹസ്ബൻഡ്. അപ്പോൾ ഈ എനിക്ക് കഴിയുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് എനിക്ക് കഴിഞ്ഞില്ല എന്നാണെങ്കിലോ, എനിക്കത് കേട്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേനും നമുക്ക് കാൻ്റെ പാസ്റ്റ് ആയിട്ടുള്ള കുഡിലേക്ക് വരണം. ഐ കുഡൻറ്റ് ഹെൽപ്പ് ലാഫിങ് ഇറ്റ് ബൈ ഹിയറിങ് ഹിസ് സ്റ്റോറി. അവൻ്റെ കഥ കേട്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നാണ്. കഴിഞ്ഞില്ല. അപ്പം നിനക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേ? ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ നിനക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിലോ എന്ത് വരും ഇവിടെ? കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ്? കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ്? അപ്പം അവിടെ ആ ഒരു എന്താണ് ഉപയോഗം, അതായത് എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് തന്നെ നിനക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേന് വരുന്ന ആ ഒരു മാറ്റം, അത് വീണ്ടും വീണ്ടും പറഞ്ഞ് അതിനെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എനിക്ക് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ്? കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ്? ഓക്കെ. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. എങ്ങനെ പറയും? ഹീ കുഡിൻറ്റ് ഹെൽപ്പ് ആൻസറിങ് ഓൾ മൈ ക്വസ്റ്റ്യൻസ്. ഹീ കുഡിൻറ്റ് ഹെൽപ്പ് ആൻസറിങ്, ചോദ്യം അവന് ഉത്തരം പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ കുഡിൻറ്റ് ഹെൽപ്പ് ആൻസറിങ് വരുമ്പോൾ തന്നെ ആ സെൻറ്റൻസ് കഴിഞ്ഞു. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് സച്ച് ടൈപ്പ് ഓഫ് തിങ്സ് വാട്ട് വി റിമെമ്പേർഡ് ദെയർ. അങ്ങനെയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളത് എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് നമ്മൾ എന്താണ് ഇങ്ങനെയുള്ള ശൈലികളെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വുഡ് യു ലൈക്കും പിന്നെ ഡു യു ഫീൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകളൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ശൈലികൾ മനസ്സിൽ വെക്കുമ്പോൾ പെട്ടെന്ന് ക്ലിക്കാവും ഓരോരോ വാക്കുകൾ, ഓരോരോ ശൈലികൾ എങ്ങനെ പറയണം എന്നുള്ളത്. അവൻ്റെ വിജയത്തിൽ എനിക്ക് അവനെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എങ്ങനെ വരും? I couldn't help congratulating him on his success. I couldn't help congratulating him on his success. എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നിനക്ക് ഇംഗ്ലീഷ് പഠിക്കാതിരിക്കാൻ കഴിഞ്ഞില്ലേ എന്നാണെങ്കിൽ കുഡിൻറ്റ് യു ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? കുഡിൻറ്റ് യു ഹെൽപ്പ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്? അതായത് പലപ്പോഴും നമുക്ക് ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, അതാണ് ആ ഹെൽപ്പ് അവിടെ വരുന്നതിൻ്റെ കാര്യം. ഇപ്പം കാണ്ട് ഹെൽപ്പും കുഡിൻറ്റ് ഹെൽപ്പും. എനിക്ക് പറ്റിയില്ല ചിരിക്കാതിരിക്കുക, എനിക്ക് ശ്രമിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അതാണ് കാണ്ട് ഹെൽപ്പും കുഡിൻറ്റ് ഹെൽപ്പിലും വരുന്നത്. എനിക്ക് ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇതൊക്കെ സാധാരണ നടക്കുന്നതാണ്. ഐ കുഡൻറ്റ് ഹെൽപ്പ് സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്. ഐ കുഡൻറ്റ് ഹെൽപ്പ് സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്. അപ്പം ടീച്ചർ ചോദിക്കുകയാണ്, നിനക്ക് ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ലേ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ലേ? എങ്ങനെ പറയും? കുഡൻറ്റ് യു ഹെൽപ്പ് സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്? കുഡൻറ്റ് യു ഹെൽപ്പ് സ്ലീപ്പിംഗ് ഇൻ ദ ക്ലാസ്? അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, കാണ്ട് ഹെൽപ്പും കുഡിൻ്റെ ഹെൽപ്പും. അപ്പം എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ചിരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോൾ കാണ്ട് യു ഹെൽപ്പ് ലാഫിങ്. എന്നാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരുവാണെങ്കിൽ ആ മുമ്പത്തെ ആണെങ്കിൽ ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. കുഡിൻറ്റ് യു ഹെൽപ്പ് ലാഫിങ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ എക്സർസൈസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അദ്ദേഹത്തെ സഹായിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യുദ്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കരച്ചിലടക്കാൻ കഴിയുന്നില്ല. ഓക്കെ, യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കരച്ചിലടക്കാൻ കഴിയുന്നില്ല. തേർഡ് ക്വസ്റ്റ്യൻ, അവിടെ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ എനിക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഭാര്യയുമായി ഉണ്ടാക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലേ? നിങ്ങളുടെ ഭാര്യയുമായി വഴക്കുണ്ടാക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എനിക്കവളെ സഹായിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. എനിക്കവളെ സഹായിക്കാതിരിക്കുവാൻ കഴിയുന്നില്ല. ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡൗട്ട്സുകളും നിങ്ങളുടെ എക്സസൈസും ടൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.